ഹലോ! ഒരു സിനിമയ്ക്ക് പോകാനുള്ള പരിപാടിയാണ്. ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. മോനിഷ ദാ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതേപോലുള്ള പ്രത്യേക ദിവസങ്ങളില് ആള് കുറച്ചൊന്ന് ഒരുങ്ങുട്ടോ. അപ്പൊ ദേ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടില് അമ്മയും അച്ഛനൊന്നും ഇല്ലാട്ടോ. അമ്മയുടെ വീട്ടിൽ പോയതാണ്. നമ്മുടെ വലയൊക്കെ നല്ല രീതിയിൽ അടച്ച് ദേ പോവാൻ നിക്കാണ്. അപ്പൊ ഏകദേശം ഇവിടുന്നൊരു 2½ കിലോമീറ്റർ ട്ടോ. അത്രയേ ഉള്ളൂ തിയേറ്ററിലേക്ക്. അപ്പൊ ദാ നമ്മള് വീട്ടീന്ന് ഇറങ്ങി. നമ്മുടെ നാടും വീടും ഒക്കെ അത്യാവശ്യം ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ്. വൈകുന്നേരം 6 മണിയുടെ ഷോയാട്ടോ നമ്മള് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ദാ നമ്മള് സൺസെറ്റും കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട് ട്ടോ. ഇനി നമ്മുടെ വീട്ടീന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലമാട്ടോ ഇത്. അപ്പൊ ഇതാണ് മയിലാടി ട്ടോ. നമ്മുടെ നാട് മയിലാടിയാണ്. മയിലാടിയുടെ സ്വന്തം കാഴ്ചകളാട്ടോ ഈ പാടവും അതേപോലെ ഇനി അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാല് ഒരു പാലം കാണാം. ഇതാണ് മയിലാടി പാലം ട്ടോ. അപ്പൊ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പാലമാണ്. മലപ്പുറം ജില്ലക്കാർക്ക് ട്ടോ. അപ്പൊ ദേ നമ്മുടെ മയിലാടി പാലം കഴിഞ്ഞ് നമ്മള് നേരെ ചന്തക്കുന്നിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ചന്തക്കുന്നാണ് നമുക്ക് തൊട്ടടുത്തുള്ള വലിയൊരു അങ്ങാടി ട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്ക് ഇവിടെ കാണും. മാത്രമല്ല റോഡിന് ഒരുപാട് വീതിയുള്ളത് കൊണ്ട് ബ്ലോക്കിന് ഒരു കുറവും ഉണ്ടാവില്ല ട്ടോ. അപ്പൊ ദേ 6 മണിക്കാണ് ഷോ. അപ്പൊ 6 മണി ആവുന്നതിന് മുന്നേ അവിടെ എത്തണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ്. എങ്ങനെയോ വണ്ടി അതിൽ കൂടി ഇതിൽ കൂടി കൊണ്ടുപോയിട്ട് ദേ നമ്മള് തിയേറ്ററിന്റെ മുന്നിലെത്തിയിട്ടുണ്ട് ട്ടോ. അപ്പൊ ഇനി നേരെ നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബ്ലോക്ക് നമ്മള് പ്രതീക്ഷിച്ചതാണ്. മാത്രമല്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് കയറി കിട്ടാനാണ് ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മള് ദേ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യണം. നമുക്ക് നേരെ പോണം ട്ടോ. സമയം വലിയ ലേറ്റ് ഒന്നും ആയിട്ടില്ല. ബ്ലോക്കില് നമ്മള് വല്ലാണ്ട് ലോക്കായില്ല. അപ്പൊ ഇനി നേരെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് തിയേറ്ററിലേക്ക് കേറാം ട്ടോ. അങ്ങനെ നമ്മള് ടിക്കറ്റൊക്കെ എടുത്ത് ദേ തിയേറ്ററിന്റെ അകത്തേക്ക് കേറാൻ പോവാണ്. അപ്പൊ പടം നമ്മുടെ പൈങ്കിളിയാണ്. അനശ്വരയും അതേപോലെ അമ്പാനൊക്കെയുള്ള പടം ട്ടോ. ഞാന് സിനിമയെപ്പറ്റി ഒന്നും കേട്ടിട്ടുമില്ല. റിവ്യൂയോ കാര്യങ്ങളൊന്നും കണ്ടിട്ടുമില്ല. മോനിഷ എവിടെയോ എന്തോ കേട്ടു കോമഡി പടമാണെന്നുള്ള ഒരൊറ്റ അഭിപ്രായത്തിന്റെ പുറത്തില് നമ്മളെടുത്ത ടിക്കറ്റാണ് ഇത്. പൈങ്കിളി സിനിമയിലെ താരങ്ങള് ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുള്ള സിനിമകള് അത്യാവശ്യം നല്ല സിനിമകളായതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ട്ടോ. ഈ ഒരു പടം ഏത് രീതിയിലാവുന്നുള്ളത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളെ ഒക്കെ തെറ്റിച്ചുകൊണ്ട് പടം 10 പൈസക്കില്ല എന്ന് ഞാൻ പറയും ട്ടോ. കാരണം രൂപ രൂപ എൻ്റെ കയ്യിന്ന് കൊടുത്തിട്ടാണ് ഈ ടിക്കറ്റ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ പടം എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയാനുള്ളൊരു അവകാശം എനിക്കുണ്ട് ട്ടോ. ഏതായാലും ഇന്റർവെൽ കഴിഞ്ഞു. ദേ പുറത്തോട്ടിറങ്ങുകയാണേ. അവളുടെ മുഖത്തോട്ട് നോക്കിയേ. അങ്ങനെ 2 ചായ, 2 പാക്കറ്റ് സ്നാക്സ് ട്ടോ. ചായ കുടിയെങ്കിൽ ചായ കുടി. അതെങ്കിലും നടക്കാലോ ല്ലേ. അപ്പൊ നമ്മള് ചായയൊക്കെ വാങ്ങി ദേ നേരെ പോവാണ്. അപ്പൊ ഇന്റർവെൽ വരെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ഈ സിനിമയ്ക്ക് തരാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഇനി പ്രതീക്ഷകളാണ് ചിലപ്പോ ഒരു 3 മണിക്കൂർ വരെയൊക്കെ ഉള്ള സിനിമകള് ഇന്റർവെല്ലിന് ശേഷം പല സിനിമകളും തിരിച്ചു വരാറുണ്ട് ട്ടോ. പക്ഷേ നമ്മള് ഇതില് അതൊന്നും കണ്ടില്ല. സംഭവം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ട്ടോ. എനിക്ക് പറ്റിയിട്ടില്ല സംഭവം. മോനിഷയും ദേ കിളിപാറിയിരിക്കുകയാണേ. തണ്ണീർമത്തൻ ദിനങ്ങള്, അതേപോലെ പ്രേമലു, അവസാനം ആവേശം. അതൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആവേശം ചെറുതല്ലല്ലോ. അതേപോലൊരു സിനിമയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ട്ടോ. അങ്ങനെ ഒരു ടീമാണ് ഇതിലുള്ളത് എന്ന് കണ്ടപ്പോ നമ്മള് ടിക്കറ്റ് എടുത്തതാണേ. കണ്ടോ? ആ ടിക്കറ്റ് എടുത്ത ആളെ മുഖം നോക്കിക്കേ. അപ്പൊ ഏതായാലും നമ്മള് ഹാപ്പി അല്ല. നമ്മള് തിരിച്ചു പോരാനുള്ള പരിപാടിയാണ്. അപ്പൊ ദേ വണ്ടിയൊക്കെ എടുത്തു. നമ്മള് നേരെ വീട്ടിലേക്ക് പോവുകയാണേ. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് ട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിയില് കുറച്ച് പൊറാട്ട വാങ്ങിച്ചു ട്ടോ വീട്ടില്. ചിക്കൻ കറി എന്തോ ഉണ്ട്ന്ന് പറഞ്ഞ് അമ്മ വിളിച്ചിരുന്നേ. അങ്ങനെ സിനിമയോടുള്ള സങ്കടവും ദേഷ്യമൊക്കെ നമുക്ക് പൊറാട്ടയോട് തീർക്കാം ട്ടോ. അങ്ങനെ ദേ പൊറാട്ടയൊക്കെ വാങ്ങി നമ്മള് നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണേ.